ഇറങ്ങാൻ വയ്യ ദിക്കുന്നു ഇറങ്ങാൻ വയ്യ ഇറങ്ങാൻ വയ്യ ദിക്കുന്നു ഇറങ്ങാൻ വയ്യ. ഹാജി അബ്ദുൾ റസാഖ് മസ്താനി പതിനായിരക്കണക്കിന് ആത്മാവിഷ്കാരങ്ങളിലെ അക്കിന്നിറങ്ങാൻ വയ്യ എന്ന ഗാനമാണ് ആലപിക്കുന്നത്. സ്തുതി സങ്കീർത്തനം, തിരുപ്രകീർത്തനം, സാരോപദേശം, ഇരവ് എന്നിങ്ങനെ പാട്ട് ചിട്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഹാജി എല്ലാ ഭാഗങ്ങളിലും ഹൈ എന്ന ഇസ്മുൽ ജലാലത്ത് കൊണ്ടാണ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഹക്കായ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയാണ് സൂഫിയാക്കളുടെ മുഴു സമയങ്ങളിലും. ഈ ആനന്ദത്തിൽ നിൽക്കാനും വയ്യ, ആ നിക്കപ്പുറതിയെ സംബന്ധിച്ച് ആളുകളോട് പറയാനും വയ്യ. ആത്മാനുരാഗ സാഗരത്തിലെ മുത്തെടുക്കാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ മീം എന്ന കപ്പലിൽ കയറുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ആ മീം എന്ന കപ്പലിന്റെ നാവികൻ എന്നാണ് ബഹുമാനപ്പെട്ട ഹാജി അബ്ദുൾ റസാഖ് മസ്താനി നമ്മോട് പറയുന്നത്. ഈ ലോകം വളരെ ചെറുതാണ്, അതിലുള്ളവരെല്ലാവരും മരിക്കും. 6 അടി മണ്ണ് മാത്രമാണ് അവസാനം നമുക്ക് ഉണ്ടാവുക എന്നുകൂടി മഹാനവറുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇറങ്ങാൻ വയ്യ ദിക്കുന്നു ഇറങ്ങാൻ വയ്യ ഇറങ്ങാൻ വയ്യ ദിക്കുന്നു ഇറങ്ങാൻ വയ്യ ഇറങ്ങാൻ വയ്യ ദിക്കുന്നു ഇറങ്ങാൻ വയ്യ. മുഖ്യാരിയ മീന ചുക്കാരിയ മുത്ത് മുന്നിലെടുത്ത് മടങ്ങിടുവാൻ മുത്ത് മുന്നിലെടുത്ത് മടങ്ങിടുവാൻ മുക്കൂട്ടിയ നാട് മുക്കാട്ടിയ മൂച്ചി വിട്ട് പിരിഞ്ഞ ശവക്കാട്ടിയ മൂച്ചി വിട്ട് പിരിഞ്ഞ ശവക്കാട്ടിയ അക്കഴിക്കാൻ വയ്യ ഇക്കൊരൊഴിക്കാൻ വയ്യ അക്കരഴിക്കാൻ വയ്യ ഇക്കൊരൊഴിക്കാൻ വയ്യ ഹക്കിലോരായ ഹക്കിലോരായ വയ്യ ഹക്കിനിറങ്ങാൻ വയ്യ ദിക്കുന്നൂറങ്ങാൻ വയ്യ ഹക്കിനിറങ്ങാൻ വയ്യ ദിക്കുന്നൂറങ്ങാൻ വയ്യ. ഇസ്ലാമിനെ പഞ്ചായത്ത് പോലെയും അതിലെ 1,24,000 നബിമാരുടെ വഹിയുകൾ ഔദ്യോഗിക ഉത്തരവുകളുമായി ഉപമിക്കുകയാണ് മസ്താനി ചെയ്യുന്നത്. അല്യവും അക്മൽതു ലക്കും ദീനക്കും. നാം കേൾക്കുന്ന അറ്റമില്ലാത്ത അസ്റാറിന്റെ ഭണ്ഡാരങ്ങളെല്ലാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ ഇങ്ങോട്ടുള്ള ഇത്തിബാഇന്റെ ബഹിർഗമനങ്ങളാണ്. പഞ്ചായത്ത് ഒന്ന് പഞ്ചെഴുത്ത് 10 പട്ടാളികൾ തന്ന പട്ടാളികൾ കണ്ട് കണ്ടത് കൊണ്ടുള്ള ഗംഗാരമാ കണ്ട് കണ്ടത് കൊണ്ടുള്ള ഗംഗാരമാ ചടക്കടം വയ്യ വിജതെടുക്കാൻ വയ്യ ചടക്കാൻ വയ്യ വിജതെടുക്കാൻ വയ്യ എന്തോരായ വയ്യ എന്തോരായ വയ്യ ഇറങ്ങാൻ വയ്യ ദിക്കുന്നൂറങ്ങാൻ വയ്യ ഇറങ്ങാൻ വയ്യ ദിക്കുന്നൂറങ്ങാൻ വയ്യ. തട്ടാഞ്ചേരി കൊച്ചി മട്ടാഞ്ചേരി തപ്പ് മുപ്പാനെ തപ്പിൻ്റോര പുണ്യ തപ്പ് മുപ്പാനെ തപ്പിൻ്റോര പുണ്യ. പേരുകളല്ല ഹാജി ഉദ്ദേശിച്ചത്. തട്ടഞ്ച് കൊണ്ടുള്ള 5 ആയ ഇസ്ലാം കാര്യത്തെയാണ്. പിന്നെ ഒരു 5ഉം അതിലേക്ക് ഒരു അപ്പുണ്ണിയും ചേർത്ത് 6 ഈമാൻ കാര്യങ്ങൾ. തട്ടാഞ്ചേരി കൊച്ചി മട്ടാഞ്ചേരി തപ്പ് മുപ്പാനെ തപ്പിൻ്റോര പുണ്യ തപ്പ് മുപ്പാനെ തപ്പിൻ്റോര പുണ്യ. മിഅ്റാജ് രാവിൽ അർശിൽ നിന്നും ലഭിച്ച 5 ഉണ്ണികളെ കുറിച്ച് പറയുന്നു. അപ്പാലുകൾ അർശിലപ്പാലുകൾ
ഇലാഹി സ്മരണയുടെ പാലാറിൽ നീതി തുടിക്കുന്ന സൂഫിയാണ്. സൂഫിയാക്കൾ എല്ലാ കാലത്തും അനുവർത്തിച്ചു വരുന്ന ഒരു കാര്യമാണല്ലോ, വഴികേടത്തരത്തിലായി പോകുന്ന സമൂഹത്തെ സതുപദേശ ചികിത്സ നൽകുക എന്നുള്ളത്. അത്തരത്തിലുള്ള അബ്ദുൽ ഖാദർ ഇച്ചമസ്താന്റെ ആത്മീയോപദേശം നിറഞ്ഞ ഒരു വിരുദ്ധം കൂടി നമുക്ക് കേട്ടു നോക്കാം ഇൻഷാ അല്ലാഹ്. വലിയ തിന്മകൾ ചെയ്തു എന്റെ ജീവിതം നീ നാശത്തിലാക്കിയല്ലോ മനുഷ്യ. നിന്റെ ഈ വമ്പത്തരം കറുപ്പുമെല്ലാം മരണം വരെ മാത്രമാണെന്ന് നീ ഓർക്കണേ. ചെയ്തുപോയ തിന്മകളുടെ കാഠിന്യത്താൽ നിന്റെ ഹൃദയം കറുത്തിരുണ്ട് മങ്ങിയിരിക്കുന്നു. ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ നീ ഗാഫിലായിരിക്കുകയാണ്, നീ അശ്രദ്ധവാനായിരിക്കുകയാണ്. അതുകൊണ്ട് മോനെ, നീ നിന്റെ നാഥനിലേക്ക് താണു കീഴ് തൗബ ചെയ്ത് മടങ്ങിപ്പോയെന്ന് ഇച്ഛ നമ്മെ ഉപദേശിക്കുകയാണ്. പൊന്നുവെള്ളിരന്നവും ഫലം പിടിക്കിടാത്ത നാൾ, പൊന്നുവെള്ളിരന്നവും ഫലം പിടിക്കിടാത്ത നാൾ, അണ്ണി തന്ന പിള്ളകൾ ഉദക്കമറ്റ അണ്ണി തന്ന പിള്ളകൾ ഉദക്കമറ്റ മോത്തനാൾ, വൻപിഴை ചുമந்து വൻപിഴை ചുമந்து പേരുകളൊക്കെയും ഹലാക്കിലായി വിശുദ്ധ ഖുർആനിൽ ഉദ്ധരിക്കപ്പെട്ടതുപോലെ അന്നേ ദിവസം എന്ത് തന്നെ ദണ്ഡം ചെയ്താലും ഒന്നും ഉപകരിക്കാത്ത ആ അന്ത്യനാളിൽ അണ്ണയിൽ തന്ന പിള്ളകൾ അഥവാ നിന്റെ സന്താനങ്ങൾ, നിന്റെ രക്ഷിതാക്കൾ, നിന്റെ സഹോദരന്മാർ, നിന്റെ കൂട്ടുകാർ, ഇവരൊന്നും നിനക്ക് ഉദക്കം ചെയ്യുകയില്ല, ഉപകാരം ചെയ്യുകയില്ല. അതുകൊണ്ട് മോനെ, നീ നിന്റെ നാഥനിലേക്ക് തൗബ ചെയ്ത് മടങ്ങിപ്പോയെന്ന് ഇച്ഛ പറയുകയാണ്. അങ്ങനെ ഉപദേശം സിദ്ധിച്ചവർ തൗബ ചെയ്ത് സത്യസൽപാതാവിലേക്ക് നടന്നു നീങ്ങുമ്പോൾ അവരെ കരം പിടിച്ച് മുന്നിൽ നയിക്കുന്നത് സർവസംഭവ സമാനങ്ങൾക്ക് മുന്നേ പിറവിയെടുത്ത സത്യസാന്ത്വന ധീരമായ ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങളെ കുറിച്ച് ആത്മീയാനുരാഗത്തിൽ ചാലിച്ച ഇച്ഛയുടെ മറ്റൊരു വിരുദ്ധം നമുക്ക് കേട്ടു നോക്കാം. സുൽത്താനിയത്ത് പല രാജാക്കന്മാരുണ്ടാതില്ല, സിറിന സിറാക്കിരുമാൽ. സുൽത്താനിയത്ത് പല രാജാക്കന്മാരുണ്ടാതില്ല, സിറിന സിറാക്കിരുമാൽ. പരമരഹസ്യങ്ങളിൽ ഒരു രഹസ്യമാണ് ഹബീബായ തങ്ങൾ എന്ന് പറഞ്ഞാണ് വിളിച്ചു തുടങ്ങുന്നത്.
മാത്രമല്ല സുബ്ഹാനായ അല്ലാഹുവിന്റെയും സൃഷ്ടിയുടെയും ഇടയിൽ 70,000 നൂറാനിയത്ത് കൊണ്ടുള്ള മറകളുണ്ട്. ആ മറകളെല്ലാം കടന്ന് കാബ കൗസൈനി അഥവാ ഒരു അമ്പും വില്ലും എത്രത്തോളം അടുത്തിരിക്കുന്നോ അത്രത്തോളം സുബ്ഹാനായ അല്ലാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കിയ ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹ്ബിഹി വസല്ലമ തങ്ങളെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരികയാണ്. തുടരും. കഴിവണ്ടവൻ ബലാദിൽ അതിബാദശാദാനം വാരിക്കൊടുക്കും ദർബാർ. കഴിവാണ് ഒരു മനുഷ്യന്റെ സാമ്രാജ്യം. അത് നന്നായാൽ എല്ലാം നന്നാവും, അത് മോശമായാൽ വിപരീത ഫലം ചെയ്യും. ആ ഖലീഫെന്ന സാമ്രാജ്യത്തിലെ എത്ര വലിയ അതിബാദശാക്കും ധനം നൽകുന്നത്. ധനം എന്നാൽ അറിവും നെറിവും ആത്മീയതയുമാണ്. ആ ധനം നൽകുന്ന ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദർബാറിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരും. കഴിവണ്ടവൻ ബലാദിൽ അതിബാദശാദാനം വാരിക്കൊടുക്കും ദർബാർ. വാനം പരന്ന തടി പകരുൾ മുഹീതയിലും ബഹദൂർ രാജ ഉലമാ ബഹദൂർ രാജ ഉലമാ. 7 വാഹനം പറന്നുയർന്ന ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹറുൽ മുഹീത്. ഈ പ്രപഞ്ചം അർശും എല്ലാം ഉൾക്കൊള്ളുന്ന ആ നൂറാനിയത്തിന്റെ ബഹറും കടന്ന ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹദൂർ രാജ ഉലമ, അറിവാളന്മാർക്ക് രാജാവാണ്, ചക്രവർത്തിയാണെന്നാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ആ ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരം പുണർന്നുകൊണ്ട് സ്വർഗീയ ആരാമത്തിലേക്ക് ഒരുമിച്ച് കൂടാൻ നാഥൻ നമുക്കും നാമുമായി ബന്ധപ്പെട്ടവർക്കും തൗഫീഖ് നൽകട്ടെ എന്ന പ്രാർത്ഥനയും ചേർത്ത് വെച്ചുകൊണ്ട് നിർത്തുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.